നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എമർജൻസി ഫിസിഷ്യൻ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാ നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങളാണോ, അതിനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളൊരു ടോപ്പിക്കാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നോൺ കാർഡിയാക്, അതായത് അറ്റാക്ക് കാരണമല്ലാതെ വരുന്ന വേദനകൾ സ്വാഭാവികമായിട്ടും ഗ്യാസ്, നെഞ്ചെരിച്ചില്, അതുപോലെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചുമ മാറിയിട്ട് നമുക്ക് റിബ്സിന് ഇൻഫ്ലമേഷൻ വന്നിട്ട് അതൊരു അനങ്ങുമ്പോൾ, ശ്വാസം എടുക്കുമ്പോൾ ഒക്കെ ഒരു പെയിനായിട്ട് വരാം. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റ് 2 ദിവസം മുമ്പോ തലേന്നോ എടുത്തിട്ട് അങ്ങനെ മസിൽ അനങ്ങുമ്പോൾ മസിലിന് വേദന വരാം. അപ്പം ഇതൊക്കെ ഒരു നോൺ കാർഡിയാക് പെയിൻ ആണ്. അതൊന്നും അറ്റാക്കിന്റെ ലക്ഷണങ്ങളല്ല. ഇനി അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ ടിപ്പിക്കലി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പേഷ്യന്റിന് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു ഭാരം കയറിയിരിക്കുന്നു, അതായത് സെന്റർ ഓഫ് ദ ചെസ്റ്റ് അല്ലെങ്കിൽ അവിടുന്ന് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയിട്ട് എന്തോ ഭാരം കയറിയിരിക്കുന്നു, അത് കൊളുത്തി പിടിക്കുന്ന കൂട്ടത്തെ വേദന, അത് വിട്ട് വരുന്ന വേദന കുറച്ചുകൂടി ഡേഞ്ചറസ് ആണ്. വിട്ട് വരുന്ന വേദന. ഈ നെഞ്ചുവേദന ഉള്ളപ്പോൾ തന്നെ ആ പേഷ്യന്റ് നടക്കുകയോ സ്റ്റെപ്പ് കയറുകയോ ചെയ്യുമ്പോൾ ഒരു കിതപ്പ്, ശ്വാസം എടുക്കാൻ ഒരു തടസ്സം, അതല്ലെങ്കിൽ വേർക്കുന്നു, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ടിപ്പിക്കൽ ഒരു ചെസ്റ്റ് പെയിന്റെ ലക്ഷണങ്ങളാവാം. ഇതിനോടൊപ്പം അല്ലാതെയോ തന്നെ താടി എല്ലിനുണ്ടാവുന്ന വേദന, കഴുത്തിനുണ്ടാവുന്ന വേദന, മുതുക്, നമ്മുടെ ഇന്റർസ്കാപ്പുലർ ഏരിയ എന്ന് പറയും, ബാക്കിൽ ഉണ്ടാവുന്ന വേദന, കൈകൾക്കുണ്ടാവുന്ന, അപ്പർ ലിംസിനുണ്ടാവുന്ന വേദന, എസ്പെഷ്യലി നമ്മുടെ ലെഫ്റ്റ് അപ്പർ ലിംബിൽ നിന്ന് മുകളിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് പെയിന്, ഇങ്ങനെയുള്ള അസോസിയേറ്റഡ് സിംറ്റംസ് മാത്രമാകാം, അല്ലാതെ ഇരിക്കാം. അതായത് ഒരു അമ്മയ്ക്ക് പല്ലുവേദന എന്നും പറഞ്ഞ് 2 ദിവസം വെച്ചുകൊണ്ടിരുന്നിട്ട് അത് 3-ാമത്തെ ദിവസം കാർഡിയാക് അറസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്ത കേസുണ്ട്. ഈവൻ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈവൻ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിന് പോലും പലപ്പോഴും ഈ ചെറിയ 1-2 ലക്ഷണങ്ങൾ മാത്രം വെച്ചുകൊണ്ടിരുന്നത് അത് നിസ്സാരമായിട്ട് കരുതിയിട്ട് 3-ാമത്തെ ദിവസം കാർഡിയാക് അറസ്റ്റ് വന്ന് നമുക്ക് അവരെ നഷ്ടപ്പെട്ട കേസുകളുണ്ട്. അപ്പോൾ ഇതിത്രയാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. ഒരു ECG എടുത്ത് നോക്കുക. ECGയിൽ 4-4.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മാറ്റങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ട്രോപ്പോണിൻ അളവ് അളന്നിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും.